ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ ഒരുപാട് പേര് തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും ഈ വീഡിയോ കാണാൻ വന്നിട്ടുണ്ടാവുക. സോ തംബ്നെയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഒളിമ്പ്യാഡിനെ കുറിച്ചാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത് എന്താണെന്നായിരിക്കും നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവുക. ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിലും അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്ന ഓൾ ഇന്ത്യ ലെവലിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന എക്സാംസിനെയാണ് നമ്മൾ ഒളിമ്പ്യാഡ് എന്ന് വിളിക്കുന്നത്. സോ അത്തരത്തിൽ നമ്മൾ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന സ്കൂൾ സ്റ്റുഡൻസിൽ തന്നെ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ഒരു എക്സാമാണ് SOF ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ സയൻസ് ഒളിമ്പ്യാഡ് ഫൗണ്ടേഷൻ നടത്തുന്ന ഒളിമ്പ്യാഡ്സ്. സോ SOF എന്ന് പറയുന്നത് സയൻസ് ഒളിമ്പ്യാഡ് ഫൗണ്ടേഷൻ ആണ്, ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി ആണ്, ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവർ നടത്തുന്ന ഏറ്റവും അതായത് റെലവൻ്റ് ആയി നടത്തുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു എക്സാമാണ് SOF ഒളിമ്പ്യാഡ്സ് എന്ന് പറയുന്നത്. SOF ഒളിമ്പ്യാഡ്സിൽ തന്നെ 4 ഡിഫറെൻറ്റ് ഒളിമ്പ്യാഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് ബ്രീഫായിട്ട് അത് ഏതൊക്കെയാണ് അവയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. സോ SOF ഒളിമ്പ്യാഡ്സ് ഈ വർഷം കണ്ടക്ട് ചെയ്യുന്ന ഡേറ്റ്സും അതുപോലെ തന്നെ ഓരോ എക്സാംസും മേജർലി നമ്മുടെ 4 എക്സാംസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഫസ്റ്റ് എക്സാം നോക്കാം. നമുക്ക് ജനറൽ നോളജിൽ നടത്തുന്ന എക്സാമാണ് ഇന്റർനാഷണൽ ജനറൽ നോളജ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന IGKO എന്ന് പറയുന്ന എക്സാം. സോ അത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് എത്തരത്തിലുള്ള സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ CBSE സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി നിങ്ങൾക്ക് ഇൻഡിവിജ്വലി രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ സ്കൂള് SOFുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഈ ഒരു എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ SOF നിങ്ങളുടെ സ്കൂളുമായിട്ട് കൊളാബറേറ്റഡ് ആണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂൾ അഡ്മിനിസ്ട്രേഷനുമായിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കാം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം കൂടിയാണ് SOF എന്ന് പറയുന്നത്. സോ SOFന്റെ അപ്ലിക്കേഷൻ വിളിക്കുന്നത് 1ാം തരം മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th ഗ്രേഡ് വരെയുള്ള സ്റ്റുഡൻസിനാണ്. ദെൻ ഫോക്കസ് ഓൺ അവർ വേൾഡ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, അതായത് നമ്മൾ വേൾഡിൽ നടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്, കറണ്ട് അഫയേഴ്സ് നടക്കുന്ന അല്ലെ, കറന്റ്ലി നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ജനറൽ നോളജ് ഒളിമ്പ്യാഡ് നടക്കുന്നുണ്ടാവുക. എൻഹാൻസസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ആയിരിക്കും ഈ ഒരു ഒളിമ്പ്യാഡിലൂടെ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ജനറൽ നോളജ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഒളിമ്പ്യാഡാണ് ഇന്റർനാഷണൽ ജനറൽ നോളജ് ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ IGKO എന്ന് പറയുന്നത്. സോ ഇതാണ് SOF കണ്ടക്ട് ചെയ്യുന്ന ഫസ്റ്റ് എക്സാം. ഇനി രണ്ടാമത്തെ എക്സാം നമുക്ക് നോക്കാം. രണ്ടാമത്തെ എക്സാം ആണ് ഇംഗ്ലീഷിൽ പുലികളായിട്ടുള്ള സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് IEO ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒളിമ്പ്യാഡ് എന്ന് നമ്മൾ പറയുന്ന ഒരു ഒളിമ്പ്യാഡാണ്. ഇതെല്ലാം എന്താണ്, പ്രൈവറ്റ് എൻറ്റിറ്റി നടത്തുന്ന SOF കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് SOF ത്രൂ ആണ് ഈ ഒരു രജിസ്ട്രേഷൻ എല്ലാം നടക്കേണ്ടത്. ഇതല്ലാതെ നമുക്ക് ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഡിഫറെന്റ് എക്സാം ഉണ്ട്. അത് HBCSE ആണ് അണ്ടറിലാണ് നടക്കുന്നത്. ഹോമി ബാബ സെന്റർ ഫോർ സയൻസ് എക്സലൻസ് എന്ന് പറയുന്ന HBCSE ആണ് ഇന്ത്യയിലെ ഗവൺമെന്റ് ഒളിമ്പ്യാഡ്സ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയുള്ള വീഡിയോ നമ്മൾ എക്സ് ആൻഡ് വൈയുടെ ഒളിമ്പ്യാഡ് ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ എക്സ് ആൻഡ് വൈ ലേണിംഗ് എന്ന് പറയുന്ന ചാനലിലും നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ആയുള്ള വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ഒളിമ്പ്യാഡിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നുണ്ടാവുക വെർബൽ അബിലിറ്റി, നിങ്ങളുടെ വെർബൽ അബിലിറ്റി, നിങ്ങൾക്ക് എത്രത്തോളം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് പ്രൊഫിഷ്യൻസി ഉണ്ട്, ഇത് ചെക്ക് ചെയ്യുന്ന ഒരു ഒളിമ്പ്യാഡ് ആയിരിക്കും. അതിൽ കോമ്പോസിഷൻ ഉണ്ടാവും. നിങ്ങൾ ഓരോ സ്കൂളിൽ ഓരോ ക്ലാസ്സസിനും പഠിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണോ അത്തരത്തിലുള്ള ടോപ്പിക്സ് ആയിരിക്കും. ഓരോ ഗ്രേഡ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാംസ് ആയിരിക്കും സ്കൂൾ ലെവലിൽ നടത്തുന്നുണ്ടാവുക. ഇനി ഇതിൽ ഇന്ററാക്റ്റീവ് ഗ്രാമർ അസസ്മെന്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൗൺസിലിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് കിട്ടും. ബ്രിട്ടീഷ് കൗൺസിലിന്റെ കൂടിയും പാർട്ണർഷിപ്പിലാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് കൗൺസിൽ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടി നമുക്ക് ലാസ്റ്റ് റൗണ്ട് വരെ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് SOF ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ഒളിമ്പ്യാഡ് എന്നാണ് നമ്മൾ ഈ ഒരു IEO എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒളിമ്പ്യാഡ് നോക്കാം. ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന ഒരു എക്സാമാണ് നാഷണൽ സയൻസ് ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ ISO എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. നാഷണൽ സയൻസ് ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സയൻസ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന എക്സാം ആണ് SOF കണ്ടക്ട് ചെയ്യുന്ന അടുത്തൊരു എക്സാം. ഇതും നമ്മൾ ഈ പറഞ്ഞ എക്സാംസ് പോലെ തന്നെ 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലുള്ള 10th സ്റ്റാൻഡേർഡ് വരെ അല്ലെങ്കിൽ 12th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇത്. 12th സ്റ്റാൻഡേർഡ് വരെ എഴുതാൻ പറ്റും. അപ്ലൈഡ് ഫിസിക്സ്, അതായത് സയൻസിൽ തന്നെ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്, കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്, ബയോളജി എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ഇതിലെല്ലാം പ്രൊഫിഷ്യൻസി ഉള്ള കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ്. ഇനി ഹൈ ലെവൽ അനലിറ്റിക്കൽ റീസണിങ് ഉണ്ട്. അതുപോലെ തന്നെ സിലബസ് മാപ്പ് ടു സ്കൂൾ
കരിക്കുലം, അതായത് നിങ്ങളുടെ സ്കൂൾ കരിക്കുലത്തിൽ നിങ്ങൾ എന്താണോ ആ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് ആ ഒരു രീതിയിലുള്ള സിലബസ് ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. അതിൽ തന്നെ കുറച്ചുകൂടി ക്രിട്ടിക്കൽ തിങ്കിങ്ങും കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാം. സോ ഇതാണ് നാഷണൽ സയൻസ് ഒളിമ്പ്യാഡിന്റെ കേസിൽ അല്ലെങ്കിൽ NSOന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത എക്സാം ആണ് മാത്സ് ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ IMO എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന IMO എന്ന് പറയുന്ന എക്സാം. സോ ആ IMO എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SOF കണ്ടക്ട് ചെയ്യുന്ന IMOനെ കുറിച്ചാണ് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ലോജിക്കൽ റീസണിങ്, നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് പ്രൊഫിഷ്യൻസി, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്, ഇതെല്ലാം ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ അച്ചീവേഴ്സ് സെക്ഷൻ ഫോർ ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്, അതായത് നിങ്ങൾക്ക് ഓരോ സെക്ഷനിലും ഈ പറഞ്ഞ 4 എക്സാംസിനും 4 ഒളിമ്പ്യാഡ്സിനും അച്ചീവേഴ്സ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും. അച്ചീവേഴ്സ് സെക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റുമായിട്ട് റെലവൻ്റ് ആയിട്ട് അറിയുന്ന കുട്ടികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന അച്ചീവർ സെക്ഷൻ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. സോ അച്ചീവർ സെക്ഷൻ ഡിഫിക്കൽട്ട് പ്രോബ്ലംസും എന്തുണ്ടാവും ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി 2 ലെവൽ ഫോർമാറ്റ് ഫോർ ക്ലാസ് 3 ഓൺവേർഡ്സ്, അതായത് ക്ലാസ് 3-ാം ക്ലാസ് മുതലുള്ള സ്റ്റുഡൻസിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതുവരെ പറഞ്ഞുള്ള എല്ലാ എക്സാംസും, അതായത് NSO 1 to 12 വരെ എഴുതാൻ പറ്റും. IEO അതുപോലെ തന്നെ IGKO ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, 1 to 10 വരെയുള്ള സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇത് 3 to 12 വരെയുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് IMO SOF കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇതാണ് IMOനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സോ ഈ 4 എക്സാംസും 1 തരം മുതൽ 10-ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. സോ ഇതിന്റെ ഡേറ്റ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പം ഓരോ ഡേയ്സിലും, അതായത് നിങ്ങളുടെ സ്കൂൾ SOFുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ CBSE സ്കൂൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷനോട് ചോദിച്ചു നോക്കുക നിങ്ങൾ SOFുമായിട്ട് കൊളാബറേറ്റഡ് ആണെന്ന് ചോദിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ കൊളാബറേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ ത്രൂ ആണ് നിങ്ങളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ഡേറ്റ്സ് വരുന്നത്, ഏതൊക്കെ ഡേറ്റ്സിലാണ് ഇത് വരുന്നത് നോക്കാം. ഇത് പെർട്ടിക്കുലർലി നമ്മൾ നോക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ എക്സാംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. IGKO 3 ഡേറ്റ്സിലായിട്ടാണ് നോർമലി നടക്കുന്നത്. അതിൽ ഈ വർഷം നടക്കുന്നത് 19th സെപ്റ്റംബറിലാണ് ഫസ്റ്റ് ഡേ വരുന്നത്, 8th ഒക്ടോബർ ആണ് സെക്കൻഡ് ഡേ വരുന്നത്, 5th നവംബർ ആണ് തേർഡ് ഡേ വരുന്നത്. ഇനി നമുക്ക് IEO നോക്കുകയാണെങ്കിൽ 24th സെപ്റ്റംബർ ആണ് ഫസ്റ്റ് ഡേ വരുന്നത്. ഡേ നമുക്ക് ഏത് ഡേ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്കൂൾ ഏതാണ് ഡേ കണക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ആ ഒരു എക്സാം ഉണ്ടാവുക. അപ്പോൾ ഈ ഡേയ്സിൽ ഏതെങ്കിലും ഒരു ഡേയ്സിലായിരിക്കും നിങ്ങളുടെ സ്കൂളിലും എന്ത് ചെയ്യാം ഈ ഒരു എക്സാംസ് നടക്കുന്നുണ്ടാവുക. 22 ഒക്ടോബർ ആണ് സെക്കൻഡ് വരുന്നത് IEOയുടെ കേസിൽ വരുന്നത്, 12th നവംബർ ആണ് തേർഡ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഇനി NSO നോക്കുകയാണെങ്കിൽ 20th ഒക്ടോബർ ആണ് ഫസ്റ്റ് ഡേറ്റ് വരുന്നത്, 10th നവംബർ ആണ് സെക്കൻഡ് ഡേറ്റ് വരുന്നത്, തേർഡ് ഡേറ്റ് വരുന്നത് 1st ഡിസംബർ ആണ് NSOയുടെ കേസിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാം IMO നോക്കുകയാണെങ്കിൽ, IMO വരികയാണെങ്കിൽ IMO 15th ഒക്ടോബർ ആണ് ഫസ്റ്റ് ഡേറ്റ് പ്രിഫറൻസ് വരുന്നത്, 17th നവംബർ ആണ് നെക്സ്റ്റ് എക്സാമിൻ്റെ പ്രിഫറൻസ് വരുന്നത്, 8th ഡിസംബർ ആണ് ലാസ്റ്റ് എക്സാമിൻ്റെ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സോ ഈ 3 ഡേറ്റ്സിൽ ഏതെങ്കിലും ഒരു ഡേറ്റ്സിലായിരിക്കും നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യാം എക്സാം, സ്കൂൾ ലെവലിലുള്ള എക്സാം നടക്കുന്നുണ്ടാവുക. സോ ഈ ഒരു സ്കൂൾ ലെവലിലുള്ള എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ്സ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പല സ്കൂൾസിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ SOF കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിനിസ്ട്രേഷനുമായിട്ട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക. ഇനി GCCയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ SOF കൊളാബറേറ്റഡ് ആണോ നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ നാട്ടിലുള്ള സ്റ്റുഡൻസ് ആണ്, CBSE സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കൂളുമായിട്ട് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്ത് നോക്കുക SOF കണ്ടക്ട് ചെയ്യുന്ന എക്സാം നടത്തുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. കാരണം നിങ്ങളുടെ പ്രൊഫഷൻസി അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എക്സലൻസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഓരോ എക്സാംസ് ആണ് ഈ പറഞ്ഞ 4 എക്സാംസും. ഒരുപാട് തരത്തിലുള്ള വേറെയും എക്സാംസ് SOF കണ്ടക്ട് ചെയ്യുന്നത് സോഷ്യൽ സയൻസിലുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിലുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഓരോ ഡിഫറെൻറ്റ് കാറ്റഗറി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനാണ്. കൊമേഴ്സ് ഒളിമ്പ്യാഡ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഒളിമ്പ്യാഡ്സ് ഉണ്ട് കേട്ടോ. ഇൻഫർമേഷൻ ഒളിമ്പ്യാഡ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഒളിമ്പ്യാഡ്സ് SOF കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, അപ്പോൾ നിങ്ങൾ അതായിരിക്കും ഡൗട്ട് ഉണ്ടാവും അല്ലേ, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നായിരിക്കും എന്നാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നോർമലി തരാറുള്ളത് അല്ലെങ്കിൽ നോർമലി ലാസ്റ്റ് ഡേറ്റ് ഉണ്ടാവാറുള്ളത് 30 ഡേയ്സ് മുന്നാണ്. അതായത് എക്സാം നടക്കുന്നതിൻ്റെ 30 ഡേയ്സ് ബിഫോർ നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. അതും സ്കൂൾ ത്രൂ ആണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ എല്ലാം നോർമലി നടക്കാറുള്ളത്. ഇനി ലാസ്റ്റ് ഡേറ്റ് പോളിസി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കൂൾ പ്രോസസസ് ഫോംസ് ഇൻ ബൾക്ക്, ഫൈനൽ കട്ട് ഓഫ് ജനറലി ഫാൾസ് ബിറ്റ്വീൻ ലേറ്റ് ഓഗസ്റ്റ് ആൻഡ് ഏർലി സെപ്റ്റംബർ. അതായത്
ഫൈനൽ ആയിട്ടുള്ള ഒരു ഡേറ്റ് നിങ്ങൾക്ക് ലേറ്റ് ഓഗസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സെപ്റ്റംബർ 2026 ഇടയിൽ നിങ്ങൾക്ക് നിയമനം കാണാൻ പറ്റും, ഡിപ്പെൻഡിങ് ഓൺ ദ ഫസ്റ്റ് ചൂസൺ ടെസ്റ്റ് ഡേറ്റ്. അതായത് ഫസ്റ്റ് ചൂസൺ ടെസ്റ്റ് എങ്ങനെയാണ് നിങ്ങളെ സ്കൂൾ ടെസ്റ്റ് സെലക്ട് ചെയ്യുന്ന അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫൈനൽ കട്ട് ഓഫും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും അടുത്ത ലെവലിലേക്കുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കൂൾ ത്രൂ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇതാണ് SOF-നെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ SOF എന്ന് പറയുന്നത് എല്ലാവർക്കും എഴുതി പ്രൊഫിഷ്യൻസി നിങ്ങളുടെ എക്സലൻസ് കാണിക്കാനുള്ള ഒരു എക്സാം കൂടിയാണ് സയൻസ് ഒളിമ്പ്യാഡ് ഫൗണ്ടേഷൻ നടത്തുന്ന ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സാമിനെല്ലാം പറയുകയാണെങ്കിൽ മേജർ ചങ്ക് സ്റ്റുഡൻസ് എഴുതുന്ന എക്സാമാണ് NSO-യും അതുപോലെ തന്നെ IMO-യും. IMO എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡാണ്. അതുപോലെ തന്നെ NSO എന്ന് പറയുന്നത് നാഷണൽ സയൻസ് ഒളിമ്പ്യാഡാണ്. സോ ഈ സയൻസിലും മാത്സിലും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഈ ഒരു എക്സാംസ് ഒക്കെ ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചെറിയ ക്ലാസ് മുതൽ തന്നെ എന്ത് ചെയ്യണം, ഫൗണ്ടേഷൻ പഠിക്കണം. ചെറിയ ക്ലാസ് മുതലേ ഫൗണ്ടേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്തായിരിക്കൂ അവർക്ക് ഈ ഇത്തരത്തിലുള്ള ഒളിമ്പ്യാഡ്സ് പോലെയുള്ള എക്സാംസിനൊക്കെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ XNYയുടെ ഫൗണ്ടേഷനെ കുറിച്ച് നിങ്ങൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ കേൾക്കുക. അപ്പം XNYയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ ഈ വർഷത്തെ അതായത് 2026-27 ബാച്ച് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ജൂൺ 30 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ്സ് ക്വാളിഫൈ ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് എക്സാംസ് ക്വാളിഫൈ ചെയ്യണമെന്ന് അതിയായ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് സയൻസും മാത്സും ഒക്കെ വളരെയധികം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫൗണ്ടേഷൻ്റെ പ്രോഗ്രാമിൽ പാർട്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ പാർട്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പർ 773601021333 എന്ന് പറയുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ പെക്യുലാരിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ റെക്കോർഡ് ആൻഡ് ലൈവ് ഇൻട്രാക്ഷൻ സെക്ഷൻസ് ഉണ്ടാവും. ഓരോ പാർട്ടും ചെറിയ വീഡിയോസ് ആയിട്ട് റെക്കോർഡഡ് ആയിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ആയിട്ട് ലൈവുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പേർട്സ് ലീഡ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസും മൊഡ്യൂൾസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ കേരളാസ് പ്രീമിയർ 1-to-1 മെന്റർഷിപ്പ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മെന്റേഴ്സ് ഉണ്ടാവും, അസൈൻഡ് ആയിരിക്കും. നിങ്ങളെ കാര്യങ്ങൾ, നിങ്ങൾ പഠിക്കുന്നത് എവിടെ എത്തി, നിങ്ങൾ ഓരോ എക്സാംസ് എഴുതുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ മെന്റേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കോംപ്രഹെൻസീവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും. ഓരോ ലൈവുകളായിട്ടായിരിക്കും ഡൗട്ട് ക്ലിയറൻസ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആപ്പ് ത്രൂ ഡൗട്ട് ക്ലിയറൻസ് ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് അസസ്മെൻറ്റ്സ് ആൻഡ് എക്സാമിനേഷൻ, ഓരോ ചാപ്റ്ററിലും നിങ്ങൾക്ക് അസസ്മെൻറ്റ്സ് ഉണ്ടാവും. നിങ്ങൾ ഓരോ ചാപ്റ്ററിലും നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് എവിടെയാണ്, നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് എവിടെയാണ്, അതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു വീക്കിലി അസസ്മെൻറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഗൈഡൻസ് ഫോർ പ്രസ്റ്റീജിയസ് സ്കോളർഷിപ്പ് ആൻഡ് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ, ഇതുപോലെയുള്ള നമ്മളെ SOF പോലെയുള്ള ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ്സുകളുണ്ട്. ആ ഒളിമ്പ്യാഡ്സിനെ കുറിച്ചുള്ള ഗ്രാജുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ററാക്റ്റീവ് ലേണിംഗ് ത്രൂ സിമുലേഷൻസ് ആൻഡ് വിഷ്വൽ ടൂൾസ്, അതായത് ഫെറ്റ്, ജിയോജബ്ര പോലെയുള്ള ടൂൾസ് വെച്ചിട്ട് സയൻസും മാത്സും നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. സോ അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ആക്സസ് ടു എ ഗ്ലോബൽ പിയർ നെറ്റ്വർക്ക് ഓഫ് ഹൈ അച്ചീവിംഗ് സ്റ്റുഡൻസ്, അതായത് ഇത്തരത്തിലുള്ള എക്സാംസ് ക്വാളിഫൈ ചെയ്യില്ല, ഇത്തരത്തിലുള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു ക്ലാസ് റൂംസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. സോ അത്തരത്തിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എക്സാംസ്, അതായത് SOF പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ്സ് പോലെയുള്ള എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയുള്ള പിയർ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. ദെൻ 12,000+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് 12,000+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രൈ ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് സോഷ്യൽ സയൻസ് ക്ലാസ് ഫോർ 6 to 10, അതായത് 6 to 10 വരെയുള്ള സ്റ്റുഡൻസിന് സോഷ്യൽ സയൻസും കുറച്ച് അധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അല്ലേ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. അതിനുവേണ്ടിയും നമ്മൾ ഈ വർഷം മുതൽ നമ്മൾ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ അഡ്മിഷൻ്റെ അവസാന ഡേറ്റ് ആണ് June 30. ഇതിന് ശേഷം നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഈ ഡേറ്റിന് മുന്നേ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള മാത്സ്, അതായത് നിങ്ങൾക്ക് ഇനി ഹയർ ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സും നമുക്കുണ്ട്. അതിന് ബേസിക് മാത്സ് കോഴ്സ് എന്നാണ് പറയുന്നത്. സോ ആ മാത്സ്
കോഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആവും. അതിൻ്റെ ഏകദേശം പ്രൈസ് വേർത്ത് ചെയ്യുന്നത് 2,999 റുപ്പീസാണ്. സോ അത് നിങ്ങൾക്ക് ഇപ്പം ഫൗണ്ടേഷൻ്റെ പാർട്ടായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവും. സോ ഒരിക്കലും നിങ്ങൾ ഈ ഒരു പാർട്ട് എന്ത് ചെയ്യരുത്, മിസ് ഔട്ട് ചെയ്യരുത്. സോ സയൻസിനും മാത്സിനും മിടുക്കറായിട്ടുള്ള സ്റ്റുഡൻസ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൊഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ എക്സലൻസ് നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എക്സൈഡ്വൈയുടെ ഫൗണ്ടേഷൻ്റെ പാർട്ടാവുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കാണ്ടിരിക്കുക. നിങ്ങൾ സ്കൂളുമായിട്ട് കണക്ട് ചെയ്യുക, SOFൻ്റെ എക്സാംസ് നടക്കുന്നുണ്ടോ നോക്കാം, ആൻഡ് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഈ എക്സാം എല്ലാം ക്വാളിഫൈ ചെയ്യാൻ നോക്കാം. ആൻഡ് ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, അതായത് SOFുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ്സോ കാര്യങ്ങളോ, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ, നിങ്ങൾ സ്കൂള് അവിടെ കോൺടാക്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിനെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. www.sofworld.org എന്നാണ് SOFൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് വരുന്നത്. അതിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ സ്കൂള് ത്രൂ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ത്രൂ കണക്ട് ചെയ്യുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു എക്സാമിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ആൻഡ് ബൈ.